വെയിലൊക്കെ തുടങ്ങി. അല്ല, വെയില് തുടങ്ങിന്ന്, വെയിൽ അവസാനിച്ചു. എന്തൊക്കെ പറഞ്ഞോണ്ടിരുന്ന അമ്മ? കണ്ടിന്യൂറ്റി പോയല്ലോ. നിന്നെ ചെയ്യാ. ഹേ ഹലോ, വെൽക്കം ബാക്ക്. സ്നേഹാസ് ക്രിയേഷൻ വേൾഡ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കൂ ഗൈസ്, എങ്ങനെയുണ്ട്? ഈ ഒരു സീനറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇതെന്റെ വീടിന്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു വ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവിടുന്ന് തന്നെ നമുക്ക് വീഡിയോ എടുക്കാം. കാരണം ഭയങ്കര രസമാണ്, സൺലൈറ്റ് ഒക്കെ അടിച്ച് മരങ്ങളൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് തന്നെ വീഡിയോ എടുക്കാമെന്ന്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റീസൺ വീഡിയോ ആണ്. കാരണം ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണല്ലോ നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ആ ഒരു റീസൺ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടെയായിരുന്നു ഇത്രയും കാലം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറച്ച് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അതിനുള്ള മറുപടി നമുക്ക് കൊടുക്കാന്ന് വിചാരിച്ചു. കമന്റ്സിനോടെ കൊടുത്താൽ എല്ലാവർക്കും അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം, എല്ലാവർക്കും അറിയാലോ എന്ന് വിചാരിച്ചു. എന്താ ഒരു റീസൺ പറയുന്നതിന് മുന്നേ ഞാൻ പറയട്ടെ, എനിക്ക് തോന്നി ഈ ഒരു ലോങ് ഗ്യാപ്പ് ഞാൻ എടുത്ത ആ ഒരു ടൈമിലായിരുന്നു കുറെ ട്രെൻഡിങ് സോങ്സ് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഹാർട്ട് അറ്റാക്ക് പോലത്തെ കുറെ സോങ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് അത് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല എന്നാലും. അതുകൊണ്ടായിരുന്നു ഞാനത് ചെയ്യാന്. മിസ് കാക്കിയൊക്കെ കരുതുന്നു, മൈൻഡ് ആക്കണ്ട. എനിക്ക് തോന്നുന്നു വോയിസ് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഞാൻ എന്താ റീസൺ പറയുന്നതിന് മുന്നേ എനിക്ക് വന്ന വേറൊരു കമന്റ് ആയിരുന്നു, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് കുറച്ച് പേര്, ഒത്തിരി ആൾക്കാരൊന്നുമില്ല എന്നാലും കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്രയിലാണ് പഠിക്കുന്നതെന്ന്. അപ്പൊ ഞാൻ ആ ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ റീസൺ ഏകദേശം കുറച്ച് ക്ലാരിറ്റി ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഞാൻ 10th പഠിക്കുന്നത്. എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യാഞ്ഞത്. എനിക്ക് ബോർഡ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ CBSE സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 15th സ്റ്റാർട്ട് ചെയ്തായിരുന്നു എക്സാം. ഇപ്പോൾ മാർച്ച് 17th ആയപ്പോഴത്തേനും എക്സാംസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഗ്യാപ്പാണ് നമ്മുടെ ചാനലിൽ വീഡിയോസിനും ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എക്സാമിന്റെ സമയത്ത് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടായിരുന്നു ഞാനും വീഡിയോസ് ഒന്നും ഇടാഞ്ഞത്. ബട്ട് നമ്മളിപ്പോൾ ഫുൾ ഓൺ പവറിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി എല്ലാ ദിവസവും മാക്സിമം ഞാൻ എന്നാലാവും വിധം വീഡിയോസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഞാൻ രാവിലെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സൂര്യമാമൻ എത്തി ഗൈസ്, അതുകൊണ്ട് മുഖത്തൊക്കെ ഭയങ്കരമായിട്ട് വെയിലടിക്കുന്നു. ഞാനൊന്ന് ലൊക്കേഷൻ മാറ്റട്ടെ. ഭയങ്കരമായിട്ട് വെയിലടിച്ചിട്ട് ക്യാമറ പോലും കാണാൻ പറ്റുന്നില്ല. സോ ലൊക്കേഷൻ മാറ്റിയിട്ട് വരാമേ. ടാറ്റാ. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഇടുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ എന്തായി എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതായത് കുറേയൊക്കെ താഴ്ന്നു പോയോന്നൊക്കെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇന്നലെ ഒരു ഡാൻസ് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാതെ കണ്ടിട്ട് പോയോ. അപ്പോൾ ആ ഒരു ഷോർട്സ് ഇട്ടപ്പോൾ അത്യാവശ്യം ഞാൻ വിചാരിച്ചതിലും റെസ്പോൺസ് കിട്ടി. ഞാൻ 1K ഒക്കെ ആയി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ എന്നെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതിൽ. ഈ സപ്പോർട്ട് ഞാൻ തുടർന്നും പ്രതീക്ഷിക്കുകയാണ്. ഇനി ഞാൻ ഫുൾ ഫ്രീ ആണ് കേട്ടോ. ഞാൻ ഇനി ഒരു 2 മാസം ഞാൻ ഇനി ഫുൾ ഫ്രീ ആണ്, റിസൾട്ട് വരുന്നവരെ. എനിക്ക് തോന്നുന്നു ഏപ്രിൽ ലാസ്റ്റ് അല്ലെങ്കിൽ മെയ് ആ ഒരു സെക്കൻഡ് വീക്ക് ഫസ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോഴത്തേനും റിസൾട്ട് വരും. അതുവരെ നമ്മൾ ഫുൾ ഫ്രീ ആണ്. പിന്നെ റിസൾട്ട് വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. റിസൾട്ടിനായിട്ട് പേടിക്കേണ്ട, നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിന് മുന്നേ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേ ബോർഡ് എക്സാം റിസൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആക്കുന്നൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ലൈഫിലുണ്ടാകുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ വീഡിയോ ആക്കാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.